നമസ്കാരം. ശബരിമല തീർത്ഥാടനം, അതായത് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചയോളമാകുന്നു. നമ്മൾ ആദ്യ ഘട്ടത്തിൽ കണ്ടതാണ് ശബരിമലയിൽ എത്രത്തോളം തിരക്കാണ് അനുഭവപ്പെട്ടതെന്നുള്ളത്. കാര്യം ഒരു ദിവസം വളരെയധികം ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ വെർച്വൽ ക്യൂയിലും സ്പോട്ട് ബുക്കിങ്ങിലുമൊക്കെ നിയന്ത്രണം വരുത്തിയതിലൂടെ ശബരിമലയിലെ തിരക്ക് പൊതുവെ നിയന്ത്രിക്കാനായി എന്നുള്ളതാണ് ധാരണ. എന്തായാലും ആ കാര്യങ്ങളിൽ കൃത്യമായ പോലീസ് ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ശബരിമലയിൽ എത്തുമ്പോൾ ഭക്തർക്ക് പറയാനുള്ളത് പരാതികൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ഞാറക്കലിൽ നിന്നും ശബരിമലയിലെത്തിയ ഒരു സംഘം തത്തുമൈക്ക് കിട്ടിയ ഒരു വാർത്ത, അവരിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത അനുസരിച്ച് ഇവർക്ക് നിലയ്ക്കൽ ആണല്ലോ ഇപ്പോഴത്തെ ബേസ് ക്യാമ്പ്. അപ്പോൾ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ബുദ്ധിമുട്ടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ഭക്തജന സംഘത്തിന് പല രീതിയിൽ അനുഭവിക്കേണ്ടി വന്നത്. പാർക്കിംഗ് ഏരിയ മുതൽ നിരവധി വെല്ലുവിളികൾ ആണ് ഇവർ തീർത്ഥാടനത്തിന് വേണ്ടി ഉണ്ടായത്. ഈ സംഘത്തിൽ നിരവധി മാളികപ്പുറങ്ങൾ, അതായത് വയസ്സായ സ്ത്രീജനങ്ങളും അതുപോലെ കൊച്ചുകുട്ടികളടങ്ങുന്ന സംഘവുമൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. 18-ാം പടി കയറുമ്പോൾ പോലീസ് ഇരുമുടിക്കെട്ട് അലക്ഷ്യമായി ഇങ്ങനെ പൊക്കിയെറിയുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായി എന്ന് അവർ പറയുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം വ്രതമെടുത്ത് പോയ ഭക്തർ എന്നുള്ള രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിനേറ്റ ധ്വംസനമായിട്ട് തന്നെയാണ് ഈ മാളികപ്പുറങ്ങൾ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ഇവർ ദർശനം നടത്തിയത് ഇന്നലെയായിരുന്നു, അതായത് ഡിസംബർ 6. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ ഡിസംബർ 6 വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശബരിമലയിൽ മുൻനിർത്തിയെടുക്കാറുണ്ട്. ഈ രാമജന്മഭൂമിയിലെ തർക്ക മന്ദിര വിഷയവുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ രാമക്ഷേത്രം വന്നതിന് ശേഷം ഒരു മുൻകരുതൽ എടുക്കും എന്നുള്ളതിന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അത്ര ശക്തമല്ല. എന്നിരുന്നാലും ഇന്നലെ അവിടെ നെയ്യഭിഷേകത്തിന് വിലക്കുണ്ടായി എന്ന് തന്നെയാണ് ഈ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് നെയ്യഭിഷേകം നടത്താനായില്ല. കാര്യം ദേവസ്വം ബോർഡ് പറഞ്ഞത്രേ സുരക്ഷ കാരണം നെയ്യഭിഷേകം നടത്തില്ല, അതുകൊണ്ട് അവിടെ നെയ്ത്തോണിയിൽ നെയ്യ് നിക്ഷേപിക്കാൻ പറഞ്ഞു. അതുമാത്രമല്ല, പക്ഷേ ഇവർക്ക് നെയ്യഭിഷേകത്തിനെ കൊണ്ട് ഇവർക്ക് അതിനുള്ള രസീത് എടുപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഭക്തജന സംഘം നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ അനുഭവിച്ചു എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ശ്രമിക്കാം. 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് ഏരിയയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവര് ഉള്ള സ്ഥലങ്ങൾ മുഴുവനും വളച്ചു കെട്ടി കൊണ്ടുപോയിട്ട് കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നു അവിടെ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ 2 മണിക്ക് എത്തേണ്ട ആൾക്കാർ എത്തിയത് അവിടെ 4:30 മണിക്കാണ്. പിന്നെ ഞങ്ങളുടെ ശബരിമലയിൽ അവര് ഇങ്ങനെ 18-ാം പടി കയറുമ്പോ ഇങ്ങനെ കെട്ട് വലിച്ചെറിഞ്ഞ് ഞാൻ വീണ്, എന്റെ കെട്ട് വലിച്ചെറിഞ്ഞ് അവര് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പൊ എന്നെ പിടിച്ച് അവര് കയറ്റിയത് എന്റെ കയ്യിൽ നിന്ന് അവരൊറ്റ തള്ളു, ആ പോലീസുകാരൻ. അപ്പൊ അത് വലിച്ചെറിഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. അവരത് പിടിക്കേണ്ടത് അവര് ചെയ്തില്ല. അത് അങ്ങനെ തെറിച്ചു പോയപ്പോ അവര് കയ്യിലെടുത്ത് എന്നിട്ട് പറഞ്ഞ് സാരമില്ല എന്ന്. അപ്പൊ തന്നെ എനിക്കത് കംപ്ലൈന്റ് ചെയ്യണമെന്നുണ്ടായതാണ്. അപ്പൊ പിന്നെ അവിടെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ പൈസ കുറെ പൈസ അനാവശ്യമായിട്ട് അവര് പാർക്കിംഗ് ഏരിയയില് 75 രൂപയ്ക്ക് വെച്ച് മേടിക്കണത്. ബാത്റൂം സജ്ജീകരണങ്ങളും എല്ലാം ആദ്യമായിട്ട് കൊള്ളൂല്ലാത്ത ഇതാണ്. എല്ലാ മറ്റേ ബാത്റൂമിന്റെ അവിടെയൊക്കെ കിടക്കാൻ പറ്റണില്ല. അത് ഭയങ്കര വിഷമം ഇവർക്ക്. കാര്യം ഞാൻ ആദ്യമായിട്ട് പോണ ഒരു വ്യക്തിയാണ്. എന്റെ മരുമോനൊക്കെ 10-20 വർഷമായി പോയിട്ടുണ്ട്. ഇന്ന് വരെ അത് മുടക്കം വന്നില്ല. പക്ഷെ ഇന്നലെ അഭിഷേകം അവിടെ അത് ഇന്നലെ നടന്നില്ല, മുടക്കിയത്. മറ്റേ 6-ാം തീയതി ഒരു ഇതുണ്ടല്ലോ, ബാബരി മസ്ജിദ്, അതിന്റെ ഇതാണെന്നാണ് അവര് പറയുന്നത്. ഇന്നുവരെ നമുക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ അവിടെ ക്യൂ നിന്നിട്ട് അത്രക്കും നേരം ക്യൂ നിന്ന് ഈ സാധാരണ അഭിഷേകം ചെയ്യണ പോലെ നമുക്ക് ക്യൂ നിന്നിട്ട് അതിന്റെ ഉള്ളിൽ കേറി വന്നിട്ട് അവര് ചീട്ടെടുത്ത് അവിടെ നിന്ന് ഇത്തിരി നെയ്യ് ഊതിച്ചു. ഞങ്ങളുടെ നെയ്യ് ഇത്തിരി മേടിച്ചിട്ട് അവിടെ നിന്ന് ഇത്തിരി നെയ്യ് എടുത്തു. അത്രേ ഉള്ളൂ. നെയ്യ് അവിടെ ഇല്ല അവര് മേടിച്ചു വെച്ച്. എന്നിട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് ഇത്തിരി നെയ്യ് കടന്നു. 2 മണി 3 മണിയൊക്കെ ഒരു ഉറക്കം നിന്ന് ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മ ഇത് പോയി ഇവര് ഈ പണി ചെയ്യണത്. വണ്ടിയായിട്ട് ചെല്ലുമ്പോ സാധാരണ നിലയിൽ നമ്മള് വണ്ടി ചെല്ലുമ്പോ അവിടെ നിന്ന് അപ്പൊ തന്നെ ചെല്ലുമ്പോ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഇറക്കിയിട്ട് വണ്ടി കൊണ്ട് ഡ്രൈവർമാരാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്യണത്. ഇത് അവിടെ ഇറക്കിയില്ല. എന്നിട്ട് 1.5 മണിക്കൂറുണ്ടല്ലോ, 19 ഇതിനകത്തല്ല, 1.5 മണിക്കൂർ ഞങ്ങളില്ലേ ആ വണ്ടിയിൽ ഇരുന്നിട്ടാണ് പാർക്കിംഗ് സ്ഥലത്ത് ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറക്കി വിട്ടത്. വിലപ്പെട്ട 1.5 മണിക്കൂറാണ് ഞങ്ങളെ പോയത്.
പിന്നെ നടക്കേണ്ടി വന്നു. ഞങ്ങൾക്കും അത്രയും ഈ തിരക്ക് പിടിക്കില്ലായിരുന്നു. അത് ഈ വർഷം തുടങ്ങി, കഴിഞ്ഞ വർഷം തുടങ്ങി അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ വർഷം തുടങ്ങി 1.5 മണിക്കൂർ വലിയ തിരക്ക്. എറണാകുളം ജില്ലയിലെ ഞാറക്കലിൽ നിന്നും സന്നിധാനത്തേക്ക് ദർശനത്തിന് പോയ ഒരു സംഘത്തിന് നേരിടേണ്ടി വന്ന ദുരിത കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാകാം, പക്ഷേ ഇതൊരു സംഘത്തിൽ അവർക്ക് ആദ്യാവസാനം നിലയ്ക്കൽ മുതൽ ബേസ് ക്യാമ്പ് മുതൽ സന്നിധാനം വരെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. എന്തായാലും അധികൃതർ ഇത് ഒരു പരിഗണന ഇനിയുള്ള ഭക്തർക്കെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ തത്വമയിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരണപാതയിലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാൽ അത് തത്വമയി ന്യൂസിൽ വിളിച്ചറിയിക്കാം. ഞങ്ങളത് വാർത്താ റിപ്പോർട്ടായി നൽകുന്നതായിരിക്കും. 96 അതായത് 96458 96458 309993 30993 96458 30993 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാർത്തയുടെ ദൃശ്യങ്ങൾ, നിങ്ങൾ മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് അയക്കാം, അല്ലെങ്കിൽ വാർത്ത നിങ്ങൾക്ക് വിളിച്ചു പറയാവുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.